ഈ ദീപക്കിൻ്റെയും ഷിംജിതേൻ്റെയും കേസിൽ ആ ഒരു സംഭവത്തിൽ ആ കുടുംബത്തിന് വന്ന വേദനയോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കാളും കൂടുതൽ നമ്മൾ ചർച്ചയാക്കപ്പെട്ടത് എന്താ കുറേ അമ്മാമ്മമാരുടെ പ്രഹസനങ്ങളാണ്. അതായത് കുറേ പേര് പടച്ചട്ട കെട്ടി ബസ്സിൽ കയറുന്നു, കുറേ പേര് ബസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി ഒട്ടിക്കുന്നു. ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടത്. സ്ത്രീകൾ മൂലം പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാളും എത്രയോ കൂടുതലാണ് പുരുഷന്മാർ മൂലം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിലേതെങ്കിലും ഈ അമ്മമാർ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഹ്യൂമാനിറ്റി കൊണ്ടാണോ അവരങ്ങനെ പ്രതികരിച്ചത്? അവിടെ വർക്കായത് മെൻ ഈഗോയാണ്. ഈ ഒരു നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ വേണ്ടത് സംവരണം എന്നുള്ള കാര്യം മാത്രമല്ല, ജെൻഡർ ന്യൂട്രൽ ആകുക എന്നുള്ളതാണ്. മതത്തിൽ എന്താ പറയുന്നത്? സ്ത്രീ പുരുഷൻ്റെ അടിയിലാണ്, പുരുഷന് വിധേയപ്പെട്ടിരിക്കുക. ഈ രീതിയിലാണ് മതഗ്രന്ഥങ്ങൾ പറയുന്നത്. അത് അടുത്ത ലെവലിലേക്ക് വന്ന് വീടുകളിലേക്ക് എത്തുമ്പോഴും ഈ മതം പഠിച്ച വീട്ടുകാർ കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താ? ആണും പെണ്ണും വ്യത്യസ്തരാണ്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടവരാണ്. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളവരാണ്. അവിടെ തന്നെ ഒരു മെൻ പവർ പ്ലേ അവിടെ വന്നു കഴിഞ്ഞു. പോട്ടെ, വീടുകൾ വിട്ട് സ്കൂളുകളിലേക്ക് പോവാം. സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഉച്ചഭക്ഷണത്തിൻ്റെ ക്യൂ സെപ്പറേറ്റ്. ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾ അടിച്ചു വരികയാണെങ്കിൽ അടിച്ചു വരുന്ന പെൺകുട്ടികൾ, ബെഞ്ച് പിടിക്കുന്ന ആൺകുട്ടികൾ. സ്കൂളും കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയാൽ എന്താ സ്ഥിതി? സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ. അതായത് ഈ സെപ്പറേഷൻ കണ്ട് വളർന്ന എല്ലാവരും ഒരു ലെവൽ ഓഫ് ടൈം കഴിയുമ്പോൾ അവരുടെ ചിന്താഗതി മാറും. അപ്പം നമ്മളെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ മതഗ്രന്ഥങ്ങളും വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പബ്ലിക് പ്ലേസുകളിൽ നിന്നും നമ്മുടെ മൈൻഡിലേക്ക് എന്താണ് കയറുന്നത് അത് തന്നെ വർക്കാവുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ അമ്മാവന്മാരുടെ മൈൻഡിലേക്ക് കയറി എന്താ? ഈ സെപ്പറേഷനും, എപ്പോഴും പുരുഷനാണ് വലുത്, പുരുഷൻ്റെ മേലിൽ കയറാൻ ആരും ആയിട്ടില്ല, സ്ത്രീകൾ എപ്പോഴും നമുക്ക് താഴെ നിൽക്കുന്നവരാണ്. ആ ഒരു മൈൻഡുള്ള ആൾക്കാരാണ് ഇങ്ങനെ വളരെ വൃത്തികെട്ട രീതിയിൽ പ്രതികരിച്ചത്. വിദ്യാഭ്യാസമുള്ള കാലഘട്ടമാണ്, ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ സ്ത്രീയെ മാത്രം സംവരണം എന്നുള്ള രീതി കൊണ്ട് ഈക്വാലിറ്റി നടപ്പാകാൻ പോകുന്നില്ല. ജെൻഡർ ന്യൂട്രലാക്കുക. മനുഷ്യന്മാർ തമ്മിലുള്ള, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഞാനൊരു പെൺകുട്ടിയെ ഞാനും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈക്വലാണ്. ഈ ഫിസിക്കലിയുള്ള വ്യത്യാസങ്ങളല്ലാണ്ട് വേറെ ഒരു വ്യത്യാസങ്ങളും ഇല്ല. സൊസൈറ്റിയിൽ ഒരേ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരേ അവകാശങ്ങളാണെന്നുള്ളൊരു ചിന്താഗതി ആ കുട്ടികളിലുണ്ടാവും.